ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ 5ാമത്തെ പാർട്ടാണ് ഇത്. അതായത് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ. ഇതോടെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. 1948 സ്ഥാപിച്ച ഈ ഗാർഡൻ ഏകദേശം 55 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഈ ഗാർഡനകത്ത് വ്യത്യസ്തവും എന്നാൽ അപൂർവവുമായിട്ടുള്ള ആയിരക്കണക്കിന് ഔഷധ സസ്യങ്ങളും പൂച്ചെടികളും ഉണ്ട് കേട്ടോ. ഗാർഡൻ്റെ ഓരോ ഭാഗത്തും ഓരോ ഭംഗിയാണ് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പല വർണ്ണത്തിലുള്ള പൂക്കളും അത് ഒരുക്കിയിരിക്കുന്ന പാറ്റേണും വളരെ വ്യത്യസ്തമായിട്ടാണ്. പക്ഷെങ്കിലും നല്ല ഭംഗിയാണ്. ഇവിടെ നടക്കുന്ന ഫ്ലവർ ഷോ ഒക്കെ കാണാൻ പുറത്തുള്ള രാജ്യത്തുള്ള ആൾക്കാർ വരെ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ വരുന്നത് 2ാമത്തെ വട്ടമാണ്. ആദ്യത്തെ വട്ടം വന്നപ്പോൾ എനിക്കതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഓരോ സ്പോട്ടുകളുണ്ട്. പൂക്കൾ വെച്ചിട്ടും അതുപോലെ സൈക്കിള്, പിന്നെ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ടോം ആൻഡ് ജെറി അതുപോലെയൊക്കെയുള്ള കുറേ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോസൊക്കെ എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്തതേ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെടികളൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ്, പൂക്കൾ, പിന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുട്ടിപ്പൂവ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ബാഗുകൾ, ചെരുപ്പ്, കുട, എന്താണ് വേണ്ടത് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ കൂടെ ഒക്കെ കുറേ നേരം കറങ്ങി കുറേ ടോയ്സൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടെയുള്ള ഷൂട്ടിംഗ് പോയിന്റിലേക്കായിരുന്നു കേട്ടോ. അതുവരെ ഉണ്ടായിരുന്ന മഴയൊക്കെ മാറിയിട്ട് നല്ല തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷൂട്ടിംഗ് പോയിന്റിലേക്ക് കയറുമ്പോൾ തന്നെ കാറ്റ് കൂടി വരുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ കാശി അമലേട്ടനൊക്കെ അതെ നല്ല കൂളായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു കാഴ്ച കണ്ടത്. വേറൊന്നല്ല, ഒരുപാട് കുരങ്ങന്മാർ നമ്മൾ കയറി വരുന്നതിൻ്റെ സ്റ്റാർട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ആ കുരങ്ങന്മാരെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നേരം 2-3 ഞങ്ങളുടെ പുറകെ ഓടിയിട്ടോ. എൻ്റെ മാത്രമല്ല 2-3 പേരുടെ പുറകെ ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മരണവെപ്രാളത്തിൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് കാശി അമലേട്ടനും ഇതേ ടോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നടക്കാനുള്ള വഴി ഇതേ വളഞ്ഞു പൊളഞ്ഞ പോലെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിലെ കൂടെ കയറാതെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കയറിയായിരുന്നു കേട്ടോ. ഷാനൂട്ടൻ്റെ ഒരു പമ്പരവും കൊണ്ട് മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കാറ്റിൻ്റെ ശക്തി കൊണ്ട് പമ്പരം എങ്ങോട്ടേക്കൊക്കെയാണ് കറങ്ങുന്നതെന്ന് അവൻ തന്നെ മനസ്സിലാവുന്നില്ല. അതിനിടയിൽ ഞങ്ങളിതേ കുന്നിൻ്റെ മണ്ടയിൽ കയറി വെറുതെ കൂവി വിളിക്കുന്നുണ്ട് കേട്ടോ. ഒരാവശ്യമില്ല. അമലേട്ടൻ അപ്പോഴേക്കും ഇതേ ഫോട്ടോഗ്രാഫറുടെ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഫോട്ടോസ് ഒന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഈ മേഞ്ഞുകൊണ്ടിരിക്കുന്ന പോത്തുകളൊന്നും നമ്മൾ വളർത്തുന്ന പോത്തല്ല കേട്ടോ, മുഴുവനും കാട്ടിലെ പോത്തുകളാണ്. പക്ഷെ ഇവരങ്ങനെ ആരെയും അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. പിന്നെ ഞങ്ങളിതേ ആ കുന്നിൻ്റെ താഴെ ഇറങ്ങി അവിടുന്ന് കുതിരസവാരിക്ക് പോയിട്ടോ. ഞാനും ആര്യച്ചും മാത്രമാണ് കുതിരേൻ്റെ പുറത്ത് കയറാൻ പോയിട്ടുള്ളൂ. ബാക്കി ആരും കയറിയിട്ടില്ല. ഒന്നാമത് ഞങ്ങൾ കയറാൻ പോകുമ്പോൾ തന്നെ ഒരു കുട്ടി കുതിരേൻ്റെ പുറത്തുനിന്ന് വീണിട്ട് അവൻ്റെ പുറമൊക്കെ നന്നായിട്ട് ചുവന്ന് തടിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും പേടിയായി. അങ്ങനെ ഞങ്ങൾ 2 പേര് മാത്രം കയറി. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, നന്നായിട്ട് പോയി തിരിച്ചു വന്നു കേട്ടോ. വണ്ടിയിലെത്തിയപ്പോൾ ദീപഘട്ടം പോയിട്ട് കുതിരപ്പുറത്ത് കയറി. പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഇറക്കാൻ പെട്ട പാട് ആ കുതിരക്കാരന് മാത്രമേ അറിയുള്ളൂ. എടുത്തിറക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.